മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് സിബിഐ കേസിൽ കേന്ദ്രത്തിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. അലോക് വർമ്മയെ പുനർനിയമിക്കാൻ ഉത്തരവായിരിക്കുന്നു. വിവരങ്ങളുമായി ഹരീഷ് ചേരുകയാണ്. ഹരീഷ്, കേന്ദ്രത്തിന് വലിയ തിരിച്ചടി ആയിക്കൊണ്ടാണ് ഇപ്പോൾ കോടതിയുടെ വിധി പ്രസ്താവം വന്നിരിക്കുന്നത്. ആ വാർത്തയുടെ വിശദാംശങ്ങൾ എന്താണ്? അലോക് വർമ്മയെ സിബിഐ ഡയറക്ടറായി പുനർനിയമിച്ചിരിക്കുന്നു. ഉത്തരവ് സുപ്രീം കോടതിയുടേതാണ്. ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഒരു വിധിയായിരുന്നു ഇത്. കേന്ദ്ര സർക്കാരിന് വലിയ രീതിയിലുള്ള തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. സിബിഐ ഡയറക്ടറായി അലോക് വർമ്മയെ വീണ്ടും നിയമിക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നു. വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കും കോളിളക്കങ്ങൾക്കും ശേഷമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. അലോക് വർമ്മയെ സിബിഐ ഡയറക്ടറായി നിയമിക്കാൻ സുപ്രീം കോടതി ഉത്തരവ് ഇട്ടിരിക്കുന്നു. ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കിയ ഒരു വിധിയായിരുന്നു ഇത്. കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടിയായിക്കൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്നും ഹരീഷ് ചേരുകയാണ്. ഹരീഷ്, വിശദാംശങ്ങൾ. രേഷ്മ, കനത്ത തിരിച്ചടി തന്നെ കേന്ദ്ര സർക്കാരിന് കിട്ടിയിരിക്കുമെന്ന് പറയേണ്ടി വരും. ഒരു ദിവസം അർദ്ധരാത്രി ജൂലൈ മാസം മുതൽ സിബിഐക്കകത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ചീഫ് ജസ്റ്റിസ് തന്നെ നിരീക്ഷിച്ചിരുന്നു വാദത്തിനിടെ. അന്ന് തന്നെ വ്യക്തമാക്കി, ജൂലൈ മാസം മുതൽ സിബിഐക്കകത്ത് തന്നെ ഇത്ര വലിയ പ്രശ്നമുണ്ടായിട്ടും എന്തടിസ്ഥാനത്തിലാണ് ഒക്ടോബർ 23 അർദ്ധരാത്രിയോട് കൂടി തന്നെ എന്തടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് അവധിയിൽ പ്രവേശിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായത്, അതിലെന്താണ് അതിന്റെ ശരിയായ വാദം എന്നുള്ള ചോദ്യം പ്രധാനമായി ചീഫ് ജസ്റ്റിസ് മുന്നോട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ അതിന് ആ വാദം കേട്ടപ്പോൾ തന്നെ അഭിഭാഷക വൃത്തത്തിൽ നമുക്ക് കിട്ടിയ സൂചന പ്രകാരം സുപ്രീം കോടതി വിധി അനുകൂലമാവും, അലോക് വർമ്മയ്ക്ക് അനുകൂലമായ ഒരു വിധി പ്രസ്താവം തന്നെയാണ് ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ഇപ്പം എന്തായാലും അനുകൂലമായ വിധി വന്നിരിക്കുന്നു. അദ്ദേഹത്തെ നിയമിക്കാൻ തന്നെയാണ് ഉത്തരവിട്ടിരിക്കുന്നത് കോടതി. ആ വിഷയത്തിൽ ഇന്ന് ചീഫ് ജസ്റ്റിസ് അവധിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് 12 നമ്പർ കോടതിയാണ് കോടതി ചേർന്നത്. അതിൽ തന്നെ സഞ്ജയ് കിഷൻ കൗളും കെ എം ജോസഫ് എന്നിവരാണ് വിധി പ്രസ്താവം നടത്തിയത്. അതിൽ സഞ്ജയ് കിഷൻ കൗളാണ് വിധി പ്രസ്താവം നടത്തിയിരിക്കുന്നത്. എന്തായാലും കേന്ദ്രത്തിന് കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കും എന്ന് പറയേണ്ടി വരും. സുപ്രീം കോടതി പ്രധാനമായും നിരീക്ഷിച്ചിരിക്കുന്നു, വിനീതാരായണൻ കേസിലെ സുപ്രീം കോടതി വിധി അവഗണിക്കാൻ വേണ്ടി സുപ്രീം കോടതിക്ക് സാധിക്കുകയില്ല, അത് പരിഗണിക്കണമെന്നുള്ള കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. നിലവിൽ കോമൺ കോസ് അടക്കമുള്ള സംഘടനകളും ഈ വിഷയത്തിൽ ഹർജി സമർപ്പിച്ചിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ പ്രധാനമായുള്ള മറ്റൊരു വിഷയം നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത് റഫാൽ വിഷയത്തിൽ സുപ്രീം കോടതി വിധി കേന്ദ്ര സർക്കാരിന് അനുകൂലമായിരുന്നെങ്കിലും അതിന് മുന്നോടിയായി തന്നെ അതിന്റെ മുമ്പേ തന്നെ ജൂലൈ മാസത്തിന് ശേഷം തന്നെ ഈ വിഷയത്തിൽ സിബിഐ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോയിരുന്നു എന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. സിബിഐ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിന് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാവും എന്നതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തെ മാറ്റിയത് എന്നുള്ള വാദങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ വിഷയം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്നൊരു ദിവസം തന്നെ അലോക് വർമ്മയെ പെട്ടെന്ന് അവധിയിൽ പ്രവേശിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. രാകേഷ് അസ്താന എന്ന് പറയുന്ന വ്യക്തി നരേന്ദ്രമോദിയുടെ അടുത്ത അനുയായിയാണെന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം സ്റ്റെർലൈറ്റ് പ്ലാന്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഗുജറാത്തിലുണ്ടായ സമയത്തും അദ്ദേഹത്തോടൊപ്പം മോദിക്കൊപ്പം നിന്ന വ്യക്തി തന്നെയാണ് അദ്ദേഹം. നിലവിൽ പല കേസുകളിലും ഒത്തുതീർപ്പ് ഉണ്ടാക്കാനുള്ള രാകേഷ് അസ്താന ശ്രമിച്ചിരുന്നുള്ള വാദങ്ങളെല്ലാം തന്നെ പല മീഡിയാസും പുറത്തുവിട്ടിരുന്നു. അപ്പൊ എന്തായാലും കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടി കിട്ടിയിരിക്കുന്നു. എന്തായാലും ഫെബ്രുവരിയോട് കൂടി തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാനം കഴിയുകയാണ്, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ടൈം കഴിയുകയാണ് അലോക് വർമ്മയുടെ. പക്ഷെ എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെല്ലാം സുപ്രീം കോടതി എങ്ങനെ നിരീക്ഷിക്കുന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും വിധി പ്രസ്താവം വായിച്ചത് സഞ്ജയ് കിഷൻ കൗളാണ്. രേഷ്മ, ഹരീഷ്, ഈ സിബിഐ തലപ്പത്തെ അഴിച്ചുപണിയും ഒക്കെ കേന്ദ്ര സർക്കാരിന്റെ അഴിമതി മറച്ചുവെക്കാനുള്ള രീതിയിലുള്ള കാര്യങ്ങളാണെന്ന രീതിയിൽ പ്രതിപക്ഷം അടക്കമുള്ള പാർട്ടികൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഇപ്പോൾ ഈ രീതിയിലുള്ള ഒരു സുപ്രീം കോടതി വിധി വരുന്നത് കേന്ദ്ര സർക്കാരിനെ ഏതൊക്കെ രീതിയിലായിരിക്കും തിരിച്ചടിയായി മാറുന്നത്? വ്യക്തമായി തന്നെ, കാരണം ഒരു ദിവസം അർദ്ധരാത്രിയോട് കൂടി തന്നെ നീണ്ട 4 മാസത്തോളം സിബിഐയുടെ തലപ്പത്ത് വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ടും ഒരു ദിവസം ഒക്ടോബർ 23 അർദ്ധരാത്രി എന്തടിസ്ഥാനത്തിലാണ് സിബിഐയുടെ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയെന്ന ചോദ്യം ഉണ്ടായിരുന്നു. അതിൽ തന്നെ മാറ്റാൻ പല കാരണങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ സിബിഐ കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ കെ വേണുഗോപാൽ വാദത്തിനെ പ്രധാനമായി സൂചിപ്പിച്ച വിഷയം, ഈ വിഷയത്തിൽ
ഈ പറഞ്ഞ CBI എന്നത് എല്ലാ മനുഷ്യർക്കും സാധാരണ ഇന്ത്യൻ പൗരന്മാർക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ഒരു ഏജൻസിയാണ്. ആ ഏജൻസി ഇങ്ങനെ വിഷയങ്ങൾ നടക്കുമ്പോൾ ജനങ്ങൾക്ക് തീരെ അതുമായി പൊരുത്തപ്പെടാൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. ആ ഒരു വാദമായിരുന്നു കേന്ദ്രം മുന്നോട്ട് വെച്ചത്. പക്ഷേ എന്തായാലും ഒരു ദിവസം അർദ്ധരാത്രി അല്ലെങ്കിൽ ഒരു ദിവസം രാത്രിയോട് കൂടി തന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് അലോക് വർമ്മയെ മാറ്റിയെന്ന ചോദ്യം വലിയ ചോദ്യം തന്നെയായിരുന്നു. ഈ അലോക് വർമ്മ CBI ഡയറക്ടർ ആയിരുന്നു, അദ്ദേഹത്തെ മാറ്റണമെങ്കിൽ അതിന് അതിൻ്റെതായ പ്രൊസീജിയർ ഉണ്ട്. അതാണ് പറഞ്ഞത്. വിനീത് നാരായണ ഹർജി അല്ലെങ്കിൽ ആ വിധി സുപ്രീം കോടതിക്ക് മാനിക്കാതിരിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞത്. എന്തായാലും ഈ ഒരു പെട്ടെന്ന് രാത്രി അദ്ദേഹത്തെ മാറ്റുന്ന സാഹചര്യം ഉണ്ടായത് നിലവിൽ സെലക്ഷൻ കമ്മിറ്റി തീരുമാനിക്കണം. അതായത് ഉന്നതതല സമിതി, പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസും അടക്കിയ ഉന്നത സമിതിയാണ് ഈ പറയുന്ന അലോക് വർമ്മ അടക്കമുള്ള CBI ഡയറക്ടർമാരെ നിയമിക്കേണ്ടത്. അങ്ങനെ നിയമിച്ചതാണ് അലോക് വർമ്മയെ. 2 വർഷ കാലാവധിയാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക. അങ്ങനെ 2 വർഷ കാലാവധിയിൽ തന്നെ അദ്ദേഹത്തെ നിയമിക്കുന്നു. പക്ഷെ പെട്ടെന്ന് അദ്ദേഹത്തെ എടുത്തു മാറ്റുന്ന സമയത്ത്, അദ്ദേഹത്തെ നിർബന്ധവും അവധിയിൽ പ്രവേശിക്കും, അദ്ദേഹത്തെ എടുത്തു ഡയറക്ടർ മാറ്റുന്ന സമയത്ത് ഈ പറയുന്ന സെലക്ട് കമ്മിറ്റി അല്ലെങ്കിൽ ഉന്നതതല സമിതി ചർച്ച ചെയ്യാനും ചീഫ് ജസ്റ്റിസും അതുപോലെ തന്നെ പ്രധാനമന്ത്രി അടങ്ങിയ ബെഞ്ച് ഈ സമിതി ഈ കാര്യം അറിഞ്ഞിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. അത് ശരിയായ നടപടിയല്ല. ദുഷ്യന്താവെ, അതായത് കോമൺ കോഴ്സിന് വേണ്ടിയായി ഹാജരായ ദുഷ്യന്താവെ ഈ വിഷയം കോടതിയെ പ്രധാനമായി തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അദ്ദേഹം പ്രധാനമായി പറഞ്ഞത് ഈ വിഷയത്തിൽ ഇങ്ങനൊരു ഉന്നത സമിതി ഉണ്ടായിട്ടും ഇത് സുപ്രീം കോടതി അധികാര പരിധി വരുന്ന വിഷയമാണ്. കാരണം ഒരു CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റുക അല്ലെങ്കിൽ പുനഃസ്ഥാപനം ഉണ്ടാവുക എന്നെല്ലാം തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അടക്കം അടങ്ങിയ ഒരു സമിതിയാണ് നിയോഗിക്കേണ്ടത്. പക്ഷെ ആ സമിതി ഉണ്ടായിട്ട് കൂടി തന്നെ ഒരു തീരുമാനം സുപ്രീം കോടതി പോലും പറയാതെ ഒരു ദിവസം രാത്രി മാറ്റിയത് ശരിയായതല്ല. അത് ഭരണഘടനാ സ്ഥാപനങ്ങളിലേക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ കൈകടത്തലാണെന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. അതെല്ലാം തന്നെ ഇപ്പോൾ സുപ്രീം കോടതിയോട് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടിയാണെന്ന് പറയേണ്ടി വരുന്നത്. എന്തായാലും ഈ റഫേൽ വിഷയം നമുക്ക് എടുത്തു പറയേണ്ടി വരും. റഫേൽ വിഷയം രാഹുൽ ഗാന്ധി പ്രധാനമായി തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. റഫേൽ വിഷയത്തിൽ കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു എന്നൊരു അടിസ്ഥാനം ഉണ്ടായിരുന്നു. ആ വിഷയത്തിൽ CBI ഡയറക്ടർ അലോക് വർമ്മയാണ് ഇതിന് മുൻകൈ എടുത്തത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ പെട്ടെന്ന് മാറ്റിയത് എന്നുള്ള വാദം ഉണ്ടായിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒരേ സ്വരത്തിൽ ആ വിഷയം തന്നെ ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും കേന്ദ്ര സർക്കാരിന് ഒരു കനത്ത തിരിച്ചടി തന്നെ കിട്ടിയിരിക്കുകയാണ്. രേഷ്മ, ഹരീഷ്, നയപരമായ തീരുമാനം എടുക്കാൻ പാടില്ല എന്നുള്ള ഒരു നിരീക്ഷണം കൂടി വന്നിരുന്നു. ഇതിന്റെ വിശദാംശങ്ങൾ എന്താണ്? ഒരു വിഷയത്തിലും കോടതി കൂടി അംഗീകരിക്കപ്പെട്ട സമിതിയാണ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. പക്ഷെ അങ്ങനെ കോടതി ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള സമിതി ഉണ്ടായിട്ടും എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പെട്ടെന്ന് തന്നെ കോടതി പോലും അറിയാതെ ഇങ്ങനെ ഒരാളെ മാറ്റാനും അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കാനുള്ള നടപടി എന്തായാലും അങ്ങനെ നടപടി എടുക്കുന്നത് ശരിയായ രീതിയല്ല എന്നാണ് കോടതിയുടെ പ്രധാന നിരീക്ഷണം. അതുതന്നെയാണ് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇത് ശരിയായ നടപടിയല്ലെന്ന് കോടതി തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. എന്തായാലും കേന്ദ്ര സർക്കാരിന് ഈ വിഷയത്തിൽ കനത്തമായ തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ്. നിലവിൽ ഉന്നത CBI ഉദ്യോഗസ്ഥർ തമ്മിലുള്ള തർക്കം ഒരു രാത്രി കൊണ്ട് ഉണ്ടായതല്ലെന്നും പ്രധാനമന്ത്രി അധ്യക്ഷനായ ഉന്നത സമിതിയുമായി ആലോചിക്കാതെ എന്തടിസ്ഥാനത്തിലാണ് അലോക് വർമ്മയെ മാറ്റിയത് എന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് പ്രധാനമായും വാദത്തിനിടെ ചോദിച്ചിരുന്നത്. വാദത്തിനിടെ തന്നെ ഇതിന്റെ ഒരു ഗതി നമ്മൾ മുതിർന്ന അഭിഭാഷകർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. കാരണം ഇത് ശരിയായ രീതിയിലല്ല ഇങ്ങനെ CBI സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയത്. കാരണം അങ്ങനെ മാറ്റാൻ വേണ്ടി സാധ്യതമല്ല എന്ന് തന്നെ മുതിർന്ന അഭിഭാഷകർ എല്ലാവരും തന്നെ നിരീക്ഷിച്ചു. കോടതിയും അതേ ശരിയായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയത്. കാരണം ഈ ഡയറക്ടർ അലോക് വർമ്മയും സ്പെഷ്യൽ ഡയറക്ടർ രാകേഷ് ശാസ്ത്രിയും തമ്മിലുള്ള ടീമിലുള്ളവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീടുകൾ റെയ്ഡ് ചെയ്യുക, അങ്ങനെ ഒരു തരത്തിലുള്ള എന്തായാലും ഏതൊരു സാമൂഹ്യ മനുഷ്യരും ഇന്ത്യയിലെ പൗരന്മാർക്ക് എല്ലാവർക്കും തന്നെ ഏറ്റവും വിശ്വാസമുള്ള കോടതിയിൽ തന്നെ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുന്നു. കാരണം കോടതി ഈ പറയുന്ന ഒരു CBI എന്ന സ്ഥാപനത്തിനുള്ളിൽ തന്നെ ഇങ്ങനെ വലിയ വിഷയം ഉണ്ടാവുന്നത് വലിയ രീതിയിൽ ചർച്ച ചെയ്തിരുന്നു. കാരണം ഏറ്റവും സാധാരണ മനുഷ്യന് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളത് CBI അടക്കമുള്ള സുപ്രീം കോടതി അടക്കമുള്ള പല സ്ഥാപനങ്ങളെയുമാണ്. എന്നാൽ CBI അകത്ത് തന്നെ ഇങ്ങനൊരു വിള്ളൽ ഉണ്ടാവുന്നത് വലിയ വിഷയമാണെന്നാണ് കേന്ദ്ര സർക്കാർ വാദമെങ്കിലും പക്ഷെ അതിന് ശരിയായ പ്രൊസീജിയർ ഉണ്ടായിരുന്നില്ല. അത് ശരിയായ നിയമ നടപടികൾ ഇല്ലാതെയാണ് നടത്തിയത്. ഹരീഷ്, ദയവായി തുടരുക. ഈ സമയത്ത് ഇപ്പോൾ അഡ്വക്കേറ്റ് അഭിലാഷ് കൂടി ചേരുകയാണ്. അഡ്വക്കേറ്റ് അഭിലാഷ്, അലോക് വർമ്മയെ CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ കേസിൽ കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. വലിയൊരു തിരിച്ചടി തന്നെയാണ്. സുപ്രീം കോടതിയുടെ ഉത്തരവ് നിയമവാഴ്ചയുടെ പുനഃസ്ഥാപനമായി കാണുവാൻ കഴിയും. അർദ്ധരാത്രിയിലെ അപ്പോയിന്റ്മെന്റ് കമ്മിറ്റിയുടെ, അതായത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും മാത്രം ഉൾപ്പെട്ട അപ്പോയിന്റ്മെന്റ് കമ്മിറ്റിയുടെ, അതുപോലെ രാഷ്ട്രീയ ബോഡിയുടെ മാത്രം തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അർദ്ധരാത്രിയിൽ സ്ഥാനചലനം നടത്തി എന്നത് സുപ്രീം കോടതിയുടെ തന്നെ ഇതിനു മുമ്പ് ഹവാല കേസിലെ വിധിക്ക് വിരുദ്ധമാണ്. 2 വർഷത്തെ ഫിക്സ്ഡ് ടെനുവറാണ് നൽകിയിരിക്കുന്നത് CBI ഡയറക്ടർക്ക്. CBI ഡയറക്ടറെ തെരഞ്ഞെടുക്കുന്ന സെലക്ഷൻ കമ്മിറ്റിയിൽ പ്രതിപക്ഷ നേതാവും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും ഉൾപ്പെടുന്നു എന്നിരിക്കെ ആ സെലക്ഷൻ കമ്മിറ്റിയുടെ അനുമതിയില്ലാതെ അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി അർദ്ധരാത്രിയിൽ നടത്തിയ ഈ ഒരു തീരുമാനം തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന് വലിയൊരു രാഷ്ട്രീയ തിരിച്ചടിയാണ്. അസ്താന എന്നത് കേന്ദ്ര സർക്കാരിന് എക്കാലവും പ്രിയപ്പെട്ട
ഗുജറാത്ത് സർവീസിലെ ഗുജറാത്ത് കേഡറിലെ IPS ഓഫീസറാണ്. ഗോദ്ര ട്രെയിൻ ദുരന്തം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ്. ലാലു പ്രസാദ് യാദവിന്റെ ഫോഡർ സ്കാം അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ്. വളരെയധികം രാഷ്ട്രീയ താല്പര്യങ്ങളുള്ള ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ് എന്ന് നമുക്ക് പറയുവാൻ കഴിയും. അപ്പൊ അദ്ദേഹത്തിനെ സ്പെഷ്യൽ ഡയറക്ടറായിട്ട് എലിവേറ്റ് ചെയ്ത സമയം മുതൽ അദ്ദേഹത്തിന്റെ എലിവേഷൻ നിരന്തരമായി ക്വസ്റ്റ്യൻ ചെയ്തിരുന്ന ആളാണ് അലോക് വർമ്മ, CBI ഡയറക്ടർ. അപ്പൊ ഇവര് തമ്മിലുള്ള ചേരിപ്പോരാണ് ഈ സുപ്രീം കോടതിയിലേക്ക് കേസെത്താൻ കാരണമെങ്കിലും ഇതിനിടയിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടിയിൽ, അത് തന്നെയാണ് കാരണം, കേന്ദ്ര സർക്കാരിന്റെ ഇടപെടിയിൽ, ആ ഒരു ഇടപെടിയിൽ സുപ്രീം കോടതിയുടെ മുൻ വിധിന്യായങ്ങൾക്കും അതുപോലെ തന്നെ ഫിക്സ്ഡ് ടെനുവർ കൊടുത്തുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ തീരുമാനവും സെലക്ഷൻ കമ്മിറ്റിക്ക് അങ്ങനെ റിമൂവ് ചെയ്യാൻ എക്സ്ട്രാ ഓർഡിനറി സർക്കംസ്റ്റാൻസസിന്റെ അധികാരമുണ്ടെന്ന് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ആ സുപ്രീം കോടതിയുടെ വിധിന്യായത്തിന് വിരുദ്ധമായി തികച്ചും രാഷ്ട്രീയ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ആ സമിതിയെ കാര്യങ്ങൾ അറിയിക്കാതെ രാഷ്ട്രീയമായി ഇങ്ങനെ എടുത്തൊരു തീരുമാനം നിയമവാഴ്ചയ്ക്ക് ഒരു ആഘാതമേൽപ്പിക്കും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ഇപ്പോ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഈ ഒരു ഉത്തരവ് പാസാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. ശ്രീ അഭിലാഷ്, മറ്റൊരു കാര്യം കൂടി, റഫേൽ അഴിമതി അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്രത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ രീതിയിൽ വീണ്ടും ഒരു തിരിച്ചടി കേന്ദ്ര സർക്കാരിനുണ്ടാകുന്നത്. തീർച്ചയായിട്ടും അലോക് വർമ്മയെ CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ കേസിൽ കേന്ദ്ര സർക്കാരിന് തിരിച്ചടി. അലോക് വർമ്മയെ മാറ്റിയ നടപടി സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നു. അലോക് വർമ്മയെ വീണ്ടും CBI മേധാവിയാക്കി നിയമിക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ഹരീഷ് ഒരിക്കൽ കൂടി ചേരുകയാണ്. ഹരീഷ്, CBI തലപ്പത്തെ പൊട്ടിത്തെറിയും അഴിച്ചുപണിയും നരേന്ദ്രമോദി സർക്കാരിനെ അഴിമതി കേസുകളിൽ നിന്ന് രക്ഷിക്കാനാണ് എന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ രീതിയിൽ കേന്ദ്രത്തിന് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. റഫേൽ അടക്കമുള്ള കേസുകളിൽ കേന്ദ്രം പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു വിധി വരുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണല്ലോ. തീർച്ചയായും തന്നെ രേഷ്മ, കാരണം രാകേഷ് അസ്താന എന്ന് പറയുന്ന വ്യക്തി ഇതിൽ തന്നെ മോദിയുടെ ഏറ്റവും കൂടുതൽ അടുത്ത അനുയായി കൂടി തന്നെയായിരുന്നു എന്നുള്ള വ്യക്തമായി തന്നെ തെളിവുകളുണ്ടായിരുന്നു. അതെല്ലാം തന്നെ കോൺഗ്രസും അതുപോലെ തന്നെ പല ദേശീയ മാധ്യമങ്ങളും ആ കാര്യങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ രാകേഷ് അസ്താനയ്ക്കെതിരെ കൂടുതൽ ശക്തമായ തെളിവുകളും മറ്റു വിഷയങ്ങളും ചൂണ്ടിക്കാണിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്നൊരു ദിവസം തന്നെ അർദ്ധരാത്രിയോട് കൂടി തന്നെ ഇദ്ദേഹത്തെ മാറ്റുന്ന ഒരു നിലപാട്, അലോക് വർമ്മയെ മാറ്റുന്ന നിലപാട് സ്വീകരിച്ചത് കേന്ദ്ര സർക്കാർ. അതിൽ തന്നെ വ്യക്തമായിട്ട് റഫാൽ വിഷയം അതിൽ തന്നെ പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിക്കണം. കാരണം റഫാൽ വിഷയത്തിൽ ഈ പറഞ്ഞ അഞ്ചോളം പേർ റഫേൽ വിഷയത്തിൽ വലിയ തിരിമറി നടന്നിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അഡ്വക്കേറ്റ് അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷൺ, അതുപോലെ തന്നെ മുൻ കേന്ദ്രമന്ത്രിമാരായിരുന്ന യശ്വന്ത് സിൻഹ, അരുൺ ഷൂരി എന്നിവരടക്കമുള്ള BJP മന്ത്രിമാർ തന്നെ ഈ വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും സുപ്രീം കോടതി കേന്ദ്രത്തെ ക്ലീൻ ചിറ്റ് നൽകിയെങ്കിലും ഈ വിഷയം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രശാന്ത് ഭൂഷൺ അടക്കമുള്ളവർ അലോക് വർമ്മയെ സമീപിച്ചിരുന്നു. CBI ആ തരത്തിലൊരു കേസ് കേന്ദ്രത്തിനെതിരെ രജിസ്റ്റർ ചെയ്യാൻ പോയി എന്നുള്ള വാർത്തകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനം കൂടി കണക്കിലെടുത്താണ് പെട്ടെന്നൊരു ദിവസം അദ്ദേഹത്തെ മാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. അത് എന്ത് അടിസ്ഥാനത്തിലാണ് ചെയ്തത്, അത് ശരിയാണോ? ഉന്നതാധികാര സമിതി ഉണ്ടായിട്ടും ഉന്നതാധികാര സമിതി ഒരു കാര്യം ചർച്ച ചെയ്യാതെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചത്? കാരണം ചീഫ് ജസ്റ്റിസിന്റെ കൂടിയുള്ള അധികാരത്തിലേക്ക്, സുപ്രീം കോടതിയുടെ അധികാരത്തിലേക്ക് കൂടി കൈകടന്ന സാഹചര്യമാണ് കേന്ദ്ര സർക്കാർ ഈ അലോക് വർമ്മ വിഷയത്തിൽ ചെയ്തത് എന്നാണ് ഏറ്റവും വലിയ ശ്രദ്ധേയം. അത് തന്നെ സുപ്രീം കോടതി എടുത്തു പറയുകയും ചെയ്തു. വിനീത് നാരായണന്റെ വിധി, ആ വിധി അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല, അതിനോട് മുഖത്തിരിക്കാൻ സുപ്രീം കോടതിക്ക് സാധിക്കില്ലെന്നും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ എന്തായാലും വ്യക്തമായിട്ട് അലോക് വർമ്മയ്ക്ക് നയപരമായ തീരുമാനങ്ങൾ എടുക്കാനാകില്ല. പക്ഷേ ഇക്കാര്യം പ്രധാനമന്ത്രി അധ്യക്ഷനായ ഉന്നതാധികാര സമിതിയുടെ തീരുമാനത്തിന് വിധേയമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ജഡ്ജ്മെന്റ് കോപ്പി ഇന്ന് ഉച്ചയോടുകൂടി തന്നെ സുപ്രീം കോടതി സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം തന്നെയായിരിക്കും അതിൽ വിധിയുടെ കൂടുതൽ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ലഭ്യമാവുക. പക്ഷെ എന്തായാലും അദ്ദേഹത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഉത്തരവിട്ടിരിക്കുന്നു. കാരണം ഫെബ്രുവരി ആദ്യ വാരത്തോടു കൂടി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കാലാവധി അവസാനിക്കുകയാണ്. 2 കൊല്ലമാണ് സാധാരണ CBI ഡയറക്ടർമാർക്ക് ഒരു പോസ്റ്റ് ഇരിക്കാനുള്ള ഒരു ഔദ്യോഗിക കാലാവധി. എന്നാൽ 2 കൊല്ലം ഔദ്യോഗിക കാലാവധി തീരുമാനിക്കുന്നു, ആളെ നിയോഗിക്കുന്നതും അല്ലെങ്കിൽ അവരെ എടുത്തു മാറ്റുന്നതെല്ലാം തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും അതുപോലെ തന്നെ പ്രധാനമന്ത്രി എല്ലാം അടങ്ങിയ സമിതിയാണ്. എന്നാൽ എന്തടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രി മാത്രം ഈ കാര്യം ചെയ്തു എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. അങ്ങനെ നിരവധി ചോദ്യങ്ങൾ വാദത്തിനിടെ ചീഫ് ജസ്റ്റിസ് ചോദിക്കുകയും ചെയ്തിരുന്നു. പ്രധാനമായി എന്തടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ മാറ്റി, എന്തുകൊണ്ട്, എന്താണ് ഇത്ര പെട്ടെന്ന് ഒരു അർദ്ധരാത്രി ഇങ്ങനെ അദ്ദേഹത്തെ മാറ്റേണ്ട സാഹചര്യം ഉണ്ടായെന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ സുപ്രീം കോടതി മുമ്പാകെ സുപ്രീം കോടതി ഈ വാദത്തിനിടെ ചോദിച്ചു. നീണ്ട ദിവസങ്ങളോളം വാദം
തുടർന്നതിന് ശേഷമാണ് എല്ലാവരുടെയും വാദം, അത് കോമൺ കോസ് അടക്കമുള്ള സാമൂഹ്യ സംഘടനയുടെ വാദം കേട്ടു. അതുപോലെ തന്നെയുള്ള കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ തുഷാർ മേത്ത, അറ്റോർണി ജനറൽ ആയിരിക്കുന്ന KK വേണുഗോപാൽ എന്നിവരുടെ എല്ലാവരുടെയും വാദം കേട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഒരു വിധി പ്രസ്താവന നടത്തിയിരിക്കുന്നതും. എന്നാൽ കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടി കിട്ടിയിരിക്കുമെന്ന് പറയേണ്ടി വരും. നിലവിൽ ജൂലൈ മാസം മുതൽ CBI ഉദ്യോഗസ്ഥർ തമ്മിൽ പ്രശ്നമുണ്ടായിട്ടും ഒക്ടോബർ 23 രാത്രി അലോക് വർമ്മയെ മാറ്റാൻ എത്ര തിടുക്കത്തിൽ മാറ്റാൻ എന്താണ് കാരണം എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇവിടെ നിലനിന്നത് വാദത്തിനിടെ. അതിൽ തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതി പറയുന്നത് അത് ശരിയായ നടപടിയല്ല. വിനീതാരായണന്റെ ആ വിധി കോടതിക്ക് അംഗീകരിക്കാതിരിക്കാൻ സാധിക്കില്ല, അതിനോട് മുഖത്തിരിക്കാൻ സാധിക്കില്ലെന്ന് പറയുന്നു. ഉന്നത CBI ഉദ്യോഗസ്ഥർ തമ്മിലുള്ള തർക്കം ഒരു രാത്രി കൊണ്ട് ഉണ്ടായതല്ലെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു. പ്രധാനമന്ത്രി അധ്യക്ഷനായ ഉന്നത സമിതിയുമായി ആലോചിക്കാതെ എന്തടിസ്ഥാനത്തിലാണ് അലോക് വർമ്മയെ മാറ്റിയത്, കമ്മിറ്റിയുമായി കൂടിയാലോചിക്കുന്നത് എന്തായിരുന്നു കേന്ദ്ര സർക്കാർ ഇത്ര ബുദ്ധിമുട്ട് എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ സഞ്ജയ് കിഷൻ കൗളും KM ജോസഫും അടങ്ങിയ 3 അംഗ ബെഞ്ച് ചോദിച്ചിരുന്നു. ആ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ പല ന്യായീകരണങ്ങൾ മാത്രമാണ് കേന്ദ്ര സർക്കാർ നൽകിയതെങ്കിലും അതിൽ തന്നെ എല്ലാം കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. കാരണം ഇതൊരു പ്രൊസീജിയർ പ്രകാരം പോകേണ്ട വിഷയമാണ്. കാരണം ഇതിനൊരു പ്രത്യേക നിയമം തന്നെയുണ്ട്. ഈ CBI സ്ഥാനത്ത് ആളെ നിയമിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടതോ എന്ത് വിഷയമാണ് ഇങ്ങനെയുള്ള കാര്യത്തിൽ ഉന്നത സമിതിക്ക് പ്രധാനമായ ഒരു പരിധിയുണ്ട്. ആ പരിമിതി വെച്ചുകൊണ്ട് ആ കമ്മിറ്റി തന്നെയാണ് ഇക്കാര്യം തീരുമാനമെടുക്കേണ്ടതാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടി ഈ വിഷയത്തിൽ കിട്ടിയിരിക്കുമെന്ന് പറയേണ്ടി വരും. ഇനി അദ്ദേഹത്തെ ഫെബ്രുവരി 1 അദ്ദേഹം കാലാവധി പൂർത്തിയാവുന്നതെങ്കിലും അദ്ദേഹത്തിന് കൂടുതൽ സമയം നീട്ടി നൽകുമെന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമല്ല. അതിന്റെ ബാക്കിയുള്ള തീരുമാനങ്ങൾ ജഡ്ജ്മെന്റ് കോപ്പിയുടെ അടിസ്ഥാനത്തിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. എന്തായാലും 3 അംഗ ബെഞ്ച് ചീഫ് ജസ്റ്റിസ് ഇന്ന് അവധിയായിരുന്നു. അതുകൊണ്ട് തന്നെ കോടതി നമ്പർ 12 കോടതി ഇന്ന് വിധി പ്രസ്താവം നടത്തിയത്. സഞ്ജയ് കിഷൻ കൗളാണ് വിധി പ്രസ്താവം നടത്തിയത്. 3 അംഗ ബെഞ്ച് KM ജോസഫ്, സഞ്ജയ് കിഷൻ കൗൾ, ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് എന്നിവരിൽ തന്നെ സഞ്ജയ് കിഷൻ കൗളാണ് വിധി പ്രസ്താവം നടത്തിയത്. ചീഫ് ജസ്റ്റിസാണ് വിധി എഴുതിയത്. അദ്ദേഹത്തിന്റെ വിധി ഈ പറഞ്ഞ സഞ്ജയ് കിഷൻ ഹരീഷ്, ഈ ഘട്ടത്തിൽ ദയവായി തുടരുക. തീർച്ചയായും കൂടുതൽ വിവരങ്ങൾ വേണം. ഇപ്പോൾ സുപ്രീം കോടതി അഭിഭാഷകൻ കൂടിയായ ഹാരിസ് ബീഗൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഹാരിസ്, ഈ വിധി താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നിരീക്ഷിച്ചിട്ടുണ്ടാകും. എങ്ങനെ ആദ്യഘട്ടത്തിൽ പ്രതികരിക്കുന്നു? തന്നെയാണ് വരേണ്ടിയിരുന്നത്. കാരണം നിയമപരമായിട്ടല്ലായിരുന്നു ആ CBI ഡയറക്ടർ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. തുടക്കത്തിൽ തന്നെ നമുക്ക് വളരെ വ്യക്തമായതാണ്. പാതിരാത്രി 12 മണിക്കും 1 മണിക്കും കൂടിയിട്ട് പെട്ടെന്നുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് അത് നിയമപരമായിട്ട് അല്ലെന്ന് മാത്രമല്ല രാഷ്ട്രീയമായിട്ട് അവരെന്തോ പേടിച്ചതിന്റെ പുറത്താണ് ഭയപ്പാടുണ്ടായതിന്റെ പുറത്താണ് ചെയ്തതെന്നുള്ളതെന്ന് വളരെ വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ കോടതിയിൽ വന്നപ്പോഴും കോടതിയുടെ ചോദ്യങ്ങൾക്കൊന്നും ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ പോലും നൽകാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചില്ല. മാത്രമല്ല ഏതൊരു ഇങ്ങനത്തെ ഒരു പോസ്റ്റിൽ തലപ്പത്തിരിക്കുമ്പോഴും 2 വർഷം മിനിമം ഇരിക്കണം എന്നുള്ള ആ ഒരു സുപ്രീം കോടതി വിധിയുടെ ഒരു നഗ്നമായിട്ടുള്ള ലംഘനം കൂടിയായിരുന്നു ഇത്. അപ്പൊ ഈ മാത്രമല്ല അവർ എടുത്ത ഒരു നടപടിക്രമങ്ങളും പാലിച്ചല്ല അദ്ദേഹത്തെ മാറ്റിയത് എന്നുള്ളതും വളരെ വ്യക്തമായിരുന്നു. അപ്പൊ ഈ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ കേസിന്റെ വാദം നടക്കുമ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഉത്തരം കാണുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് കാര്യമായിട്ടൊന്നും കേന്ദ്ര സർക്കാരിന് പറയാനില്ല എന്നുള്ളൊരു വളരെ വ്യക്തമായിരുന്നു. അതായത് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ, താങ്കൾ സുപ്രീം കോടതിയുടെ അഭിഭാഷകൻ എന്ന നിലയിൽ കൂടി ചോദിക്കുകയാണ്. 2 കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഒന്ന്, പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസും പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന ഒരു ബോഡിയാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസിയുടെ തലവനെ തീരുമാനിക്കുന്നത്. അത് പരമായി ഒരു സുതാര്യമായ നിലപാടാണ്. അതിനെ അട്ടിമറിക്കുന്നു. മറ്റൊന്ന്, ജുഡീഷ്യൽ സംവിധാനം എന്ന നിലയിൽ ചീഫ് ജസ്റ്റിസിന്റെ സാന്നിധ്യത്തിനെ തന്നെ അട്ടിമറിക്കുന്ന നിലയിലേക്ക് ഒരു ഭരണകൂടം മാറുന്നതിന് വലിയ മുന്നറിയിപ്പ് കൂടിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് എന്ന് നിയമജ്ഞൻ എന്ന നിലയിൽ കൂടി വായിച്ചെടുക്കാൻ കഴിയില്ലേ ഹാരിസ് ബീരാൻ? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിയമപരമായിട്ടല്ലാതെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ടോട്ടലി ഇല്ലീഗൽ എന്നും തന്നെ പറയാവുന്ന ഒരു ആക്ഷനാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു അപ്പോയിന്റിംഗ് ബോഡി, അപ്പോയിന്റ്മെന്റ് അതോറിറ്റി തന്നെയാണ് ഈ മൂന്ന് പേർ അടങ്ങുന്ന ഈ അപ്പോയിന്റ്മെന്റ് അതോറിറ്റി തന്നെയാണ് അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടിയിരുന്നത്. പക്ഷെ അതിനെല്ലാം അട്ടിമറിച്ചുകൊണ്ട് തീരെ നിയമത്തിന്റെ പാതയിൽ കൂടി പോകാതെ അവർക്ക് എന്തോ ഒരു ഭയപ്പാടുണ്ടായതിന്റെ പുറത്ത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് രാത്രിക്ക് രാത്രി തന്നെ മാറ്റണമെന്നുള്ള ഒറ്റ വാശി കൊണ്ട് മാറ്റിയതാണ്. അങ്ങനെ മാറ്റുമ്പോൾ പലതരത്തിലുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങളും പാലിക്കാതെ തന്നെ വരും. അങ്ങനെ വന്നേക്കുന്ന ഒരു ടോട്ടലി ഇല്ലീഗൽ ആക്ഷനാണ് CBI ഡയറക്ടറെ മാറ്റിയെന്നുള്ളത് വളരെ വ്യക്തമായി സുപ്രീം കോടതി കണ്ടെത്തിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
വിധി പ്രസ്താവന ഇപ്പൊ നടന്നിട്ടേ ഉള്ളൂ. വിധി ന്യായം മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതിനകത്തുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇനി പറയാൻ പറ്റുകയുള്ളൂ. എന്നിരുന്നാലും വളരെ സ്വാഗതാർഹമായിട്ടുള്ള വിധിന്യായമാണെന്ന് വന്നിരിക്കുന്നത്. തീർച്ചയായും അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ, എന്തായാലും നേരത്തെ സുപ്രീം കോടതി അഭിഭാഷകനായ അഭിലാഷും വളരെ സ്വാഗതാർഹമായ നിലപാടെന്ന നിലയിൽ തന്നെയാണ് ഇതിനെ കാണുന്നത്. ഇപ്പോൾ മുതിർന്ന അഭിഭാഷകനായ പി വി തോമസ് കൂടി ചേർന്നുണ്ട്. പി വി തോമസ്, നമുക്കറിയാം ഭരണഘടനയ്ക്ക് മേലിലും ജനാധിപത്യപരമായി നിലനിർത്തപ്പെടേണ്ട സുതാര്യമായി മുന്നോട്ട് പോകേണ്ട പല സംവിധാനങ്ങൾക്കു മേലുമുള്ള കേന്ദ്ര സർക്കാരിന്റെ കടന്നുകയറ്റങ്ങൾക്ക് വലിയ നിലയിലുള്ള പ്രതിഷേധം രാജ്യത്താകമാനം ഉയരുന്നുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതി തന്നെ വിവിധ കാര്യങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെട്ടതുമാണ്. ഇപ്പോൾ ഇത് നിർണായകമായി CBI ഡയറക്ടർ സ്ഥാനത്തെ സംബന്ധിക്കുന്ന ഒരു വിധി കൂടി സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നു. എങ്ങനെ പ്രതികരിക്കുന്നു? പി വി തോമസ്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി വി തോമസ് കൂടി നമ്മളോടൊപ്പം. പി വി തോമസ്, എങ്ങനെ ഈ ആദ്യഘട്ടത്തിൽ ഈ വിധിയെ, ഈ നിർണായകമായ വിധിയെ എങ്ങനെ നിരീക്ഷിക്കുന്നു? അതുപോലെ തന്നെ സാവധാനവുമാണ്. കാരണം ഗവൺമെന്റ് ഇങ്ങനെ CBI പോലുള്ള സ്ഥാപനങ്ങളെല്ലാം ഇടപെടുകയും അതിനെ അട്ടിമറിക്കാനും ശ്രമിക്കുന്നതിന് ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിരുന്നു ഇത്. നമുക്കറിയാം ഇതിന്റെ കാരണം. CBI ഡയറക്ടർ അലോക് വർമ്മ റഫേൽ ഡീലിനെ കുറിച്ച് ഒരു അന്വേഷണം വേണമെന്ന് പറഞ്ഞ് പ്രശാന്ത് ഭൂഷൺ മറ്റും നൽകിയ ഒരു റിപ്പോർട്ടിന്റെ പേരിൽ നടപടിയെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആ സമയത്താണ് അലോക് വർമ്മയെ മാറ്റിയത്. അതിനൊരു ചെറിയൊരു ബാലൻസിങ്ങിനായിട്ട് അദ്ദേഹത്തിന് കീഴിൽ അസ്ഥാനയും സ്ഥലം മാറ്റിയുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും റഫേൽ ഡീലുമായിട്ട് വളരെ ബന്ധപ്പെട്ടൊരു കാര്യമാണത്. ഇനി എന്താണ് റഫേൽ ഡീലിൽ CBI ഡയറക്ടർ വീണ്ടും ചെയ്യാൻ പോകുന്ന കാര്യം അറിയണം. ശരി, നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് മാധ്യമപ്രവർത്തകൻ പി വി തോമസ്. ഏതായാലും സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ഘട്ടത്തിൽ പ്രതികരണം ഉയരുകയാണ്. ഹരീഷ്, നമുക്കറിയാം നമ്മളോട് ഇപ്പോൾ പ്രതികരിച്ച ആളുകളെല്ലാം അത് തീർച്ചയായും നിയമവിദഗ്ധരായ ആളുകളും രാഷ്ട്രീയ നിരീക്ഷകരായ ആളുകളും മാധ്യമപ്രവർത്തകരും ഒക്കെയും പറയുന്നത് വലിയ സ്വാഗതാർഹമായി നമ്മുടെ സമൂഹത്തിലേക്ക് വരുന്ന ഒരു വിധി എന്ന നിലയിലാണ്. ഇക്കാര്യത്തിൽ വലിയ പ്രതിഫലനങ്ങൾ കൂടി കാണാനുണ്ട്. ഹരീഷ്, വരാൻ പോകുന്ന ഇപ്പോൾ പ്രശാന്ത് ഭൂഷൺ മാധ്യമങ്ങളെ കാണുന്നു തത്സമയ ദൃശ്യങ്ങളിലേക്ക്. उसके सामने एक हफ्ते में लाए और जब तक वो हाई पावर्ड कमेटी इस पर निर्णय ना ले तब तक श्री आलोक वर्मा कोई मेजर पॉलिसी का फैसला नहीं लेंगे. तो उनको रिस्टोर करने के बाद भी उनकी पावर पूरी तरह से रिस्टोर नहीं करी गई है. सर, विनीत नारायण को अपहोल्ड किया है सुप्रीम कोर्ट ने. इसमें कोई अपील नहीं. सर, even though they are reiterating the Naran case, the net result is nothing, basically twisting the matter. So what is that? Well, net result is something, but as I said, you see, once they quash the order divesting him and they hold that this is totally illegal, totally against the law, totally against the Supreme Court judgment in Vineet Narayan's case, they ought to have restored him with full powers. What was the need for saying that he will not take any major policy decision till such time that the matter is considered by the high-powered committee? There is no such provision in law. So what does it mean now that he cannot take a policy decision? Does that mean can he look at files? Can he look at cases? Yes. In my view, his taking normal decisions of registering FIRs, proceeding with criminal cases that are pending with the CBI or complaints that are pending with the CBI, those are certainly not major policy decisions. Those are routine decisions of CBI functioning, and it certainly does not prevent Shri Alok Verma from taking decisions to register FIRs in fresh complaints or in any cases that come up before him. Those are certainly not major policy decisions. പ്രശാന്ത് ഭൂഷൺ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇപ്പോൾ ഹരീഷ് ദില്ലിയിൽ നിന്ന് തുടരുന്നുണ്ട്. ഹരീഷ്, ഏതായാലും വളരെ നിർണായകമായ ഒരു തീരുമാനം തന്നെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വലിയ അർത്ഥത്തിൽ സ്വാഗതം ചെയ്യുകയാണ് ഈ വിധിയെ. വരാൻ പോകുന്ന ചില ഭരണഘടനാപരമായ പ്രശ്നങ്ങളെ സംബന്ധിക്കുന്ന വിധിക്കും ഇതൊരു വലിയ പിൻബലം ഏകുമെന്ന് കരുതാവുന്ന നിലയിലാണോ സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങളും ഉണ്ടായിരിക്കുന്നത്? ഹരീഷ്, ആണ് കൃത്യമായി തന്നെ നല്ലൊരു രീതിയിലുള്ള വിജയം തന്നെ ഉണ്ടായിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. കാരണം പല വ്യക്തികളും, മുതിർന്ന മാധ്യമ പ്രവർത്തകർ അടക്കമുള്ള മുതിർന്ന അഭിഭാഷകരും സുപ്രീം കോടതി അഭിഭാഷകരും എല്ലാവരും തന്നെ
വിധിയെ സ്വാഗതം ചെയ്യുന്നു. കാരണം ശക്തമായ രീതിയിൽ തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ കൈകടത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു RBIയുടെ വിഷയം, അതുപോലെ CBIയുടെ വിഷയം. അതിൽ തന്നെ CBIയുടെ വിഷയം തന്നെ ഒരു അനുകൂല വിധി പ്രസ്താവം ഉണ്ടായിരിക്കുന്നു. RBI ഗവർണറായിരുന്ന ഉർജിത് പട്ടേൽ രാജിവെച്ചത് അദ്ദേഹം പേഴ്സണൽ വിഷയമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം രാജിവെക്കാനുണ്ടായ കാരണങ്ങൾ ഈ പറഞ്ഞ അവിടെയുള്ള കരുതലത്തിൽ പണം ചോദിച്ചതുമായി വിഷയം ബന്ധപ്പെട്ടാണെന്നുള്ള എല്ലാ മാധ്യമങ്ങളും തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ എല്ലാ തരത്തിലും ഭരണഘടനാ സ്ഥാപനങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ കൈകടത്തുന്നുള്ള ആരോപണം മുതിർന്ന മാധ്യമപ്രവർത്തകരും അതുപോലെ തന്നെ മുതിർന്ന അഭിഭാഷകരടക്കമുള്ള എല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു വിധി വന്നിരിക്കുന്നത് ഏറ്റവും ശ്രദ്ധേയപരമായ കാര്യം. കാരണം കേന്ദ്ര സർക്കാർ ഒരു തരത്തിലും ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജൂലൈ മാസം മുതൽ വിഷയമുണ്ട്. പക്ഷെ ജൂലൈ മുതൽ വിഷയം ഉണ്ടായിട്ട് 4 മാസങ്ങൾക്ക് ഇപ്പുറം ഒക്ടോബർ 23 ഒരു ദിവസം രാത്രി പെട്ടെന്ന് തന്നെ തിടുക്കത്തിൽ എന്തർത്ഥത്തിലാണ് ഈ പറയുന്ന അലോക് വർമ്മ എന്ന CBI ഡയറക്ടറെ മാറ്റിയെന്ന ചോദ്യത്തിന് വലിയൊരു ചോദ്യം തന്നെയാണ്. ആ ചോദ്യം തന്നെയാണ് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് മുന്നിലേക്ക് വെച്ചതും. അതിൽ തന്നെയാണ് ഇപ്പോൾ എന്തായാലും നിർണായകമായ വിധി വന്നിരിക്കുന്നത്. കാരണം പ്രധാനമായി തന്നെ സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നു വിനീത് നാരായണ ഹർജി എന്തായാലും ആ വിധി എന്തായാലും തള്ളിക്കളയാൻ വേണ്ടി സാധിക്കില്ല, അതോട് മുഖത്തിരിക്കാൻ വേണ്ടി ഈ പറഞ്ഞ ഈ വിഷയത്തിൽ സുപ്രീം കോടതിക്ക് സാധിക്കില്ലെന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. വിനീത് നാരായണ ഹർജി വിധി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയായിരുന്നു ദുഷ്യന്ത് ദാവെ അതുപോലെ തന്നെയുള്ള കപിൽ സിബൽ എന്നിവരുടെ പ്രധാനപ്പെട്ട വാദം. ഈ വിഷയത്തിൽ നിരവധി ഹർജികൾ ഇതേ തുടർന്ന് വന്നിരുന്നു. കാരണം കപിൽ സിബൽ അടക്കമുള്ള മല്ലികാർജുൻ ഖാർഗെയുടെ അടിസ്ഥാനത്തിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിരുന്നു. അതിന് പുറമെ ദുഷ്യന്ത് ദാവെ കോമൺ കോൾസിന് വേണ്ടി ഹാജരായി നീണ്ട ദിവസങ്ങളോളം വാദം ചേർന്നതിന് ശേഷം എല്ലാവരുടെയും വ്യക്തമായ വാദം കേട്ടതിന് ശേഷമാണ് ഈ കേസിൽ വിധി പ്രസ്താവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടി ഈ വിഷയത്തിൽ കിട്ടിയിരിക്കുമെന്ന് പറയേണ്ടി വരും. സുപ്രീം കോടതി ചോദിച്ച പല ചോദ്യങ്ങൾക്കും നേരത്തെ മുതിർന്ന അഭിഭാഷകൻ അഭിലാഷ് വ്യക്തമാക്കിയതുപോലെ തന്നെ പല ചോദ്യങ്ങളും സുപ്രീം കോടതി ചോദിച്ചു. പക്ഷെ ആ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ ഒരു തരത്തിൽ ഉത്തരങ്ങളില്ല, അല്ലെങ്കിൽ എല്ലാ തരത്തിലും മുടന്ന ന്യായങ്ങൾ പറയുന്നു എന്ന് തന്നെയാണ് അഭിഭാഷകൻ പ്രധാനമായി ചൂണ്ടിക്കാണിച്ചത്. അത് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയായിരിക്കുന്നത്. കാരണം പല വിഷയങ്ങളിൽ ഉന്നതാധികാര സമിതി ഉണ്ടായിട്ടും ആ സമിതി പോലും അറിയാതെ എന്തടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ അലോക് വർമ്മയെ മാറ്റിയതെന്ന ചോദ്യത്തിന് ഇപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ ചോദ്യങ്ങളില്ല. എന്നാൽ അപ്പോൾ കേന്ദ്ര സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറൽ KK വേണുഗോപാൽ വാദിച്ചിരുന്നത് നിലവിൽ ഈ CBI എന്ന് പറയുന്ന സ്ഥാപനത്തെ, ഒരു ഭരണഘടനാ സ്ഥാപനത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, ആ വിശ്വാസം തകരാൻ പോകുന്നു, ആ തകരേണ്ട സാഹചര്യം എത്തിപ്പോയി. കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള റെയ്ഡുകൾ അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ആ ഒരു ന്യായീകരണമാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോഴും ഒരു അർദ്ധരാത്രി പെട്ടെന്ന് തന്നെ ഇങ്ങനെ തിടുക്കത്തിൽ എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ മാറ്റേണ്ട സാഹചര്യം ഉണ്ടായിരുന്ന ചോദ്യത്തിന് ഉത്തരം ഉണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് ചീഫ് ജസ്റ്റിസുമായി ബന്ധപ്പെടാനോ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ചീഫ് ജസ്റ്റിസും ബെഞ്ചിൽ ഉണ്ടാവും, ചീഫ് ജസ്റ്റിസ് ഉണ്ടാവും, അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉണ്ടാവും. അങ്ങനെയുള്ള ഉന്നതകാര്യ സമിതി ഉണ്ടായിട്ട് ആ സമിതി എന്തടിസ്ഥാനത്തിലാണ് മാറ്റിയെന്ന ചോദ്യത്തിന് കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ ഉത്തരങ്ങൾ ഇല്ലായിരുന്നു. എന്നാൽ ഭരണഘടനാ സ്ഥാപനങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ കൈകടത്തുന്നതിന്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് ഈ രണ്ട് കേസുകളും, RBI വിഷയമായാലും CBI കേസായാലും. CBI കേസിൽ തന്നെ കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടി കിട്ടിയിരിക്കുന്നു. പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ലാതെ ഉയർത്തിരുന്ന കേന്ദ്ര സർക്കാരിന് ഇത് വലിയ തിരിച്ചടി തന്നെയാണ് പറയേണ്ടി വരും. കേന്ദ്ര വിജിലൻസ് കമ്മീഷനും കേന്ദ്ര സർക്കാരും എന്തുകൊണ്ട് CBI പാനലിനോട് അന്വേഷിക്കാതെ CBI ഡയറക്ടർ അലോക് വർമ്മയെ നീക്കം ചെയ്തു എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിന് കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ ഉത്തരം ഉണ്ടായിരുന്നില്ല. എന്തായാലും അലോക് വർമ്മയ്ക്ക് സാധാരണഗതിയിൽ CBI ഡയറക്ടർമാർക്ക് 2 വർഷമാണ് കാലാവധി ഉണ്ടാവുക. ആ 2 വർഷ കാലാവധിയിൽ തന്നെ അദ്ദേഹം ഫെബ്രുവരി മാസം അദ്ദേഹം ഔദ്യോഗിക കാലാവധി പൂർത്തിയാവുകയാണ്. പക്ഷെ എന്തടിസ്ഥാനത്തിൽ പെടുന്നതിനാണ് തിടുക്കത്തിൽ മാറ്റേണ്ട സാഹചര്യം എന്തുണ്ടായിരുന്ന ചോദ്യത്തിന് ഉത്തരം ഉണ്ടായിരുന്നില്ല. 3-അംഗ ബെഞ്ച്, ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചായിരുന്നു വാദം കേട്ടത്. ആ വാദം കേട്ടത് തന്നെ ഇന്ന് ചീഫ് ജസ്റ്റിസ് അവധിയായതുകൊണ്ട് തന്നെ കോഡ് നമ്പർ 12-ലായിരുന്നു വിധി പ്രസ്താവം ഉണ്ടായിരുന്നത്. അതിൽ തന്നെ KM ജോസഫും സഞ്ജയ് കിഷൻ കൗളും ഉണ്ടായിരുന്നു. രണ്ട് ജസ്റ്റിസുമാര് സഞ്ജയ് കിഷൻ കൗളാണ് വിധി പ്രസ്താവന നടത്തിക്കുന്നത്. എല്ലാവരും തന്നെ പ്രശാന്ത് ഭൂഷൺ അടക്കമുള്ള മുതിർന്ന അഭിഭാഷകരെല്ലാം തന്നെ ഈ വിധിയെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഒരു ഹരീഷ് ദയവായി തുടരുക. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനായ ഭാസ്വരേന്ദ്ര ബാബു കൂടി നമ്മളോടൊപ്പം അദ്ദേഹത്തിന്റെ പ്രതികരണം അറിയിക്കുന്നതിന് വേണ്ടി ചേരുന്നുണ്ട്. ഭാസ്വരേന്ദ്ര ബാബു, അലോക് വർമ്മയെ CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ കേസിൽ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം തെറ്റ്, എല്ലാ തരത്തിലും നിയമ സംവിധാനങ്ങളെ അട്ടിമറിക്കുന്ന നിലയിലേക്കാണ് എന്ന കൃത്യമായ നിരീക്ഷണങ്ങളോടുകൂടിയാണ് അലോക് വർമ്മയെ CBI ഡയറക്ടർ സ്ഥാനത്തേക്ക് പുനർനിയമിച്ചുകൊണ്ട് പരമോന്നത കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. നിർണായകമല്ലേ ഈ വിധി? വരാൻ പോകുന്ന ചില പരിശോധനകളും വിധികളും ഒക്കെ പശ്ചാത്തലമായി പരിശോധിക്കുമ്പോൾ ഇത് പ്രതീക്ഷ നൽകുന്നതല്ലേ ഭാസ്വരേന്ദ്ര ബാബു? അലോക് വർമ്മയെ ലീവിലെ അവധിക്ക് പോകാൻ നിർബന്ധപൂർവ്വം ആവശ്യപ്പെട്ട വിധിയാണ് ഇപ്പോൾ നള്ളിഫൈ ചെയ്തിരിക്കുന്നത്, റദ്ദാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അലോക് വർമ്മ ഈ ഒറ്റ വിധിയോട് അദ്ദേഹം വീണ്ടും CBIയുടെ മേധാവിയായി മാറിയിരിക്കുന്നു. ഇതാണ് സംഭവിച്ചിരിക്കുന്ന മാറ്റം. CBI നമുക്കറിയാവുന്ന മാതിരി സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നത് അവധിക്ക് അയക്കണമെങ്കിൽ തന്നെ അതിനുള്ള കീഴ്വഴക്കമുണ്ട്. ആരാണോ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്, CJIയും പ്രൈം മിനിസ്റ്ററും ഒക്കെ ചേർന്ന അപ്പോയിന്റിംഗ് അതോറിറ്റിക്ക് മാത്രമേ തിരിച്ച്
അദ്ദേഹത്തെ ഏതെങ്കിലും പിഴയിൽ അവധിക്കുവാൻ നിർബന്ധിക്കുകയോ സസ്പെൻഡ് ചെയ്യുകയോ പിരിച്ചുവിടുകയോ ഒക്കെ ചെയ്യാനുള്ള അധികാരമുണ്ട്. ആ ഒരു സംവിധാനമാണ് ഇവർ അട്ടിമറിച്ചത്. ഞാൻ പറയുന്നത് മോദിക്ക് അങ്ങനെയാണ്. അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യും, ഇഷ്ടമില്ലെങ്കിൽ അദ്ദേഹം ഉപദ്രവിക്കും. അങ്ങനെ ഇഷ്ടമില്ലാത്ത ആരെയും ഏത് കീഴ്വഴക്കവും ലംഘിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും അദ്ദേഹത്തിനില്ല. പ്രധാനമന്ത്രി ആയിരിക്കുന്നയാൾ രാജ്യത്തെ നിയമപരമായ കീഴ്വഴക്കങ്ങളെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കണം. അദ്ദേഹം പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു. ദീർഘകാലം 12 വർഷം കണ്ട് മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. അവിടെ അദ്ദേഹം ഒരു കീഴ്വഴക്കവും പാലിച്ചിട്ടില്ല. അങ്ങനെ പാലിക്കാത്തത് കൊണ്ട് കീഴ്വഴക്കങ്ങളും ജനാധിപത്യ സ്ഥാപനങ്ങളും ഒക്കെ തകർക്കുന്നതിന് യാതൊരു മടിയുമില്ലാത്തയാളാണ്. സത്യത്തിൽ പ്രധാനമന്ത്രിയായിരിക്കാനുള്ള യോഗ്യതയില്ലാത്തയാളാണ് അദ്ദേഹം, ഇന്ത്യ പോലെ ഒരു വലിയ രാജ്യത്തിന്റെ. അപ്പം ആ കസേരയിൽ അയോഗ്യർ കയറിയിരുന്നാൽ എന്തൊക്കെ സംഭവിക്കുമോ അതൊക്കെയാണ് അലോക് വർമ്മയെ മാറ്റി നിർത്തിയ കേസിലും സംഭവിച്ചിരിക്കുന്നത്. അത് സുപ്രീം കോടതി ഭാഗ്യത്തിന് നമുക്കൊരു കോടതിയുണ്ട്. ആ കോടതി ആ കാര്യങ്ങൾ പരിഹരിച്ച് നരേന്ദ്രമോദിയുടെ നിലപാട് റദ്ദാക്കി. അപ്പോഴന്ന് നമ്മൾ കേട്ടിരുന്നു റദ്ദാക്കുന്ന സമയം ആദ്യം അദ്ദേഹത്തെ മാറ്റുന്ന സമയത്ത് റഫേലാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാന കാരണമെന്ന്. അദ്ദേഹം ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്ന സ്ഥിതിക്ക് എന്തുകൊണ്ടാണ് അദ്ദേഹം പ്രകോപിതനായി തീർന്നത്, എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി അലോക് വർമ്മയ്ക്കെതിരെ പ്രകോപിതനായി തീർന്നത് എന്ന് വരും ദിവസങ്ങളിലെ അലോക് വർമ്മയുടെ നടപടികൾ നമുക്ക് പറയും. നമുക്ക് കാത്തിരിക്കാം അത് വരുമ്പോഴേക്കും. ആ നിലയ്ക്ക് എന്താണ് യഥാർത്ഥ കാര്യമെന്ന് അലോക് വർമ്മയ്ക്ക് തന്നെ തുറന്നു പറയാൻ പറ്റുന്ന നിലവാരത്തിൽ അദ്ദേഹം വിജയിച്ചിരിക്കുകയാണ് കേസ്. അതുകൊണ്ട് എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് ഒരു $1 മില്യൺ മറുപടിയായിരിക്കും അത്. അതിന് നമുക്ക് കാത്തിരിക്കാം. ഏതായാലും മോദിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സാഹചര്യത്തിൽ ഈ തകർച്ച അല്ലെങ്കിൽ ഈ പരാജയം തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ തകർച്ച ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും എന്ന കാര്യം തീർച്ച. രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായ ഭാസ്കരേന്ദ്ര ബാബുവാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം അറിയിച്ചത്. തീർച്ചയായും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കൂടി ഇതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകും എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. ഏതായാലും അലോക് വർമ്മയെ CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നിർബന്ധപൂർവം അവധിയിൽ പോകാൻ പ്രേരിപ്പിച്ച് ആ നിലയിൽ നടപടികൾ സ്വീകരിച്ച കേന്ദ്രത്തിന് വലിയ കനത്ത തിരിച്ചടി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ഇപ്പോൾ ഹരീഷ് തുടരുന്നുണ്ട്. ഹരീഷ്, തീർച്ചയായും നിരവധി വിഷയങ്ങളാണ് നമുക്കറിയാം. ഒരു സെമി ഫൈനൽ എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അന്ന് പരിഗണിക്കപ്പെട്ടത് രാജ്യത്താകമാനം. ഇപ്പോൾ ഇത് നിർണായകമായ മറ്റൊരു വിധി കൂടിയാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം റഫേൽ ഒക്കെയുള്ള കാര്യങ്ങളാണ് ഒരു പക്ഷേ മോദിയെ ചൊടിപ്പിച്ചത് എന്നുകൂടി ഇപ്പോൾ ഭാസ്കരേന്ദ്ര ബാബു ഒക്കെ രാഷ്ട്രീയ നിരീക്ഷകർ കൂടി സൂചിപ്പിക്കുമ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കൂടി ഇത്തരം വിഷയങ്ങൾ വളരെ നിർണായകമായി രാജ്യത്തെ ജനങ്ങളെ സ്വാധീനിക്കേണ്ടതല്ലേ? തീർച്ചയായുമാണ് ഈ വിഷയം, റഫേൽ വിഷയം പ്രധാനമായി തന്നെ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഒരേ സ്വരത്തിൽ ആവർത്തിച്ചു. റഫേൽ വിഷയത്തിൽ ഈ പറഞ്ഞ പ്രശാന്ത് ഭൂഷൺ, അരുൺ ഷൂരി, അതുപോലെ തന്നെയുള്ള മുൻ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന യശ്വന്ത് സിൻഹ എന്നിവരെല്ലാവരും തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ആ അർജി പരിഗണിച്ച് കോടതി വിധിന്യായത്തിൽ ഈ പറയുന്ന കേന്ദ്ര സർക്കാരിന് ക്ലീൻ ചിറ്റ് നൽകിയെങ്കിലും അതിന്റെ തിരുത്തൽ ഹർജിയുമായ വിഷയങ്ങളെല്ലാം തന്നെ ഇപ്പോൾ സുപ്രീം കോടതി പരിഗണിച്ച് തന്നെ ഉണ്ട്. പക്ഷെ എന്തായാലും ആ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ഈ പറഞ്ഞ വ്യക്തികൾ, അതായത് ഹർജി നൽകിയ അഭിഭാഷകനായിരിക്കുന്ന പ്രശാന്ത് ഭൂഷൺ, അരുൺ ഷൂരി എന്നിവരെല്ലാവരും തന്നെ ഈ പറഞ്ഞ CBI അലോക് വർമ്മയെ സമീപിച്ചു എന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ റഫേൽ വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോകുന്നു, കേന്ദ്രത്തിനെതിരെ അതിന് ഒരു അന്വേഷണം വരാൻ പോകുന്നില്ല എന്നുള്ള വസ്തുതകളെല്ലാം തന്നെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ആരോപിച്ചിരുന്നു. എന്നാൽ അതിലൊരു വസ്തുത ഉണ്ടെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു പക്ഷേ തിടുക്കത്തിൽ ഒരു രാത്രി അദ്ദേഹത്തെ മാറ്റേണ്ട സാഹചര്യം ഉണ്ടായത്. ആ ചോദ്യം തന്നെ സുപ്രീം കോടതി പ്രധാനമായും മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ആ ചോദ്യത്തിന് കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ പക്കൽ ഒരു തരത്തിലുള്ള ഉത്തരവും ഉണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുതാപരമായ കാര്യം. കാരണം ഭരണഘടനാ സ്ഥാപനങ്ങളിലേക്കുള്ള കൈകടത്തൽ കേന്ദ്ര സർക്കാർ നടത്തുമെന്നുള്ള ആരോപണം രാഹുൽ ഗാന്ധിയും അതുപോലെ കോൺഗ്രസും പ്രതിപക്ഷങ്ങളെല്ലാം തന്നെ ഒരേ സ്വരത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിന് ഉദാഹരണം തന്നെ CBI കേസും അതുപോലെ RBI ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആനന്ദ് പറഞ്ഞതുപോലെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തായാലും BJP കനത്ത തിരിച്ചടി തന്നെ ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ്. കാരണം ഭരണഘടനാ സ്ഥാപനങ്ങളിലേക്ക് BJP കടന്നു കയറാൻ അല്ലെങ്കിൽ NDA സർക്കാർ കടന്നു കയറാൻ ശ്രമിക്കുന്നുണ്ട് എന്നതിന്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് ഈ സുപ്രീം കോടതി വിധി എന്ന് ജനങ്ങൾ തീരുമാനിക്കും. കാരണം ജനങ്ങൾ അത് മനസ്സിലാവുകയും തന്നെ ചെയ്യും. അപ്പോൾ എന്തായാലും കനത്ത തിരിച്ചടി ലഭിച്ചിരിക്കുന്നത് പറയേണ്ടി വരും. എന്തായാലും അലോക് വർമ്മയ്ക്ക് ഈ സ്ഥാനത്ത്, അതായത് ഡയറക്ടർ സ്ഥാനത്ത് തുടരാൻ വേണ്ടിയുള്ള അനുമതി ലഭിച്ചിരിക്കുകയാണ്. വർമ്മയ്ക്ക് ന്യായപരമായ തീരുമാനം എടുക്കാനാകില്ലെന്ന് ഈ കേസിൽ വിധി പ്രസ്താവത്തിൽ വ്യക്തമാക്കി പറയുന്നുണ്ട്.
പക്ഷെ ആരോപണങ്ങൾ പ്രധാനമന്ത്രി അധ്യക്ഷനായ ഉന്നതകാര്യ നിയമസമിതിക്ക് പരിശോധിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ എന്തായാലും ജനുവരി 31 അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കാലാവധി പൂർത്തിയാവുകയാണ്. അപ്പോൾ 31 തീയതി അദ്ദേഹം കാലാവധി ഉണ്ടാവുകയുള്ളൂ. സമിതിയുടെ തീരുമാനം വരുന്നത് വരെയാണ് അലോക് വർമ്മയ്ക്ക് തീരുമാനമെടുക്കുന്നതിനുള്ള നിയന്ത്രണം ഇപ്പോൾ കോടതി ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതെന്തായാലും തന്നെ അദ്ദേഹത്തിന് ഒരു പ്രതികൂലമായ സാഹചര്യം ഉണ്ടാക്കുന്നത് വസ്തുതാപരമായ കാര്യം. പക്ഷേ ഈ ആരോപണമെല്ലാം തന്നെ പ്രധാനമന്ത്രി അധ്യക്ഷനായ ഉന്നതകാര്യ സമിതിക്ക് തീരുമാനിക്കാം. ഈ ഉന്നതകാര്യ സമിതി ഉണ്ടായിട്ട് കൂടി തന്നെയാണ്, ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള ഉണ്ടായിട്ട് കൂടി തന്നെയാണ് ആ സമിതി അറിയാതെ എന്തടിസ്ഥാനത്തിലാണ് മാറ്റിയത്, എന്തിനാണ് ഇത്ര തിടുക്കം പിടിച്ച് മാറ്റിയെന്ന ചോദ്യത്തിനുള്ള ഒരു മറുപടി തന്നെയാണ് സുപ്രീം കോടതി വിധി. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടി എന്തായാലും ഈ വിഷയത്തിലേക്ക് കിട്ടിയിരിക്കുമെന്ന് പറയേണ്ടി വരും. ആനന്ദ്, വ്യക്തമാണ്. ഹരീഷാണ് ദില്ലിയിൽ നിന്ന് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. അലോക് വർമ്മയെ CBI ഡയറക്ടർ സ്ഥാനത്തേക്ക് സുപ്രീം കോടതി പുനർനിയമിച്ചുകൊണ്ടുള്ള നിർണായകമായ വിധി 3-അംഗ ബെഞ്ച് പുറപ്പെടുവിച്ചിരിക്കുന്നു. ഒരിടവേള. മോദി സർക്കാരിന്റെ തൊഴിലാളി ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് 10 ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത രാജ്യവ്യാപക പണിമുടക്ക് പൂർണ്ണം. 20 കോടിയിലേറെ തൊഴിലാളികളാണ് പണിമുടക്കിന്റെ ഭാഗമാകുന്നത്. കേരളത്തിലും പണിമുടക്ക് പൂർണ്ണം. വിവിധ റീജിയനുകളിൽ നിന്ന് റിപ്പോർട്ടർമാർ ചേരുന്നുണ്ട്. വിശദാംശങ്ങളുമായി നമ്മളോടൊപ്പോൾ ഇപ്പോൾ കോഴിക്കോട് നിന്ന് AK ലതീഷ് നൽകും വിശദാംശങ്ങൾ. മലബാറിലും പണിമുടക്ക് പുരോഗമിക്കുകയാണ്. ആദ്യ മണിക്കൂർ പിന്നിടുമ്പോൾ പണിമുടക്ക് ഏതാണ്ട് പൂർണ്ണമാണ് എന്ന് തന്നെ പറയാം. KSRTCയും സ്വകാര്യ ബസ്സുകളും ഒന്നും തന്നെ സർവീസ് നടത്തുന്നില്ല. വളരെ കുറച്ച് സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് ഇതിനകം നിരത്തിലിറങ്ങിയത്. കോഴിക്കോട് മിഠായി തെരുവിൽ ഇന്ന് കടകൾ തുറക്കുമെന്ന് വ്യാപാരികൾ അറിയിച്ചിരുന്നു. അതിനടിസ്ഥാനത്തിൽ ചില കടകൾ തുറന്നിട്ടുണ്ട്. ഭൂരിഭാഗം കടകളും ഇപ്പോഴും അടഞ്ഞുകിടക്കുന്ന നിലയാണുള്ളത്. ഹർത്താലിനോടുള്ള എതിർപ്പ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനകളോടുള്ള എതിർപ്പല്ല. അടിക്കടി ഉണ്ടാകുന്ന ഹർത്താൽ വ്യാപാരികളെ വലിയ തോതിൽ ബുദ്ധിമുട്ടിലാക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇന്ന് കടകൾ തുറക്കാൻ വ്യാപാരികൾ തീരുമാനിച്ചതെന്നാണ് അവർ പറയുന്നത്. ഒരു ദിവസം കട നിങ്ങൾ അടിച്ചിട്ടാന്ന് പറഞ്ഞാൽ വളരെ നഷ്ടപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ട് കട തുറന്നു കുത്തിരിക്കുക എന്നുള്ളതാണ്. അതാണ് ഇന്ന് 100% കടകൾ തുറന്നിട്ടില്ലെങ്കിൽ പോലും ഞങ്ങൾ എടുത്ത നടപടികളുമായിട്ട് 2019 ഞങ്ങൾ മുഴുവൻ ഏത് പാർട്ടി ഹർത്താൽ പ്രഖ്യാപിച്ചാലും കടകമ്പോളങ്ങൾ തുറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. തുറന്ന കടകൾ ബലമായി അടപ്പിക്കില്ലെന്നും ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധം കടകൾക്ക് അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരെ ഉണ്ടാകില്ല എന്നും തൊഴിലാളി സംഘടനാ നേതാക്കൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതേപോലെ തന്നെ സ്വകാര്യ വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധത്തിനും സംയുക്ത ട്രേഡ് യൂണിയൻ തയ്യാറാവില്ല എന്ന് നേതാക്കൾ അറിയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ന് സ്വകാര്യ വാഹനങ്ങൾ കുറച്ച് റോഡിൽ ഇറങ്ങുന്ന ഒരു നില ഉണ്ടായിട്ടുള്ളത്. പലയിടങ്ങളിലും ട്രെയിൻ തടയുന്ന നില മലബാറിൽ ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് രാവിലെ ചെന്നൈ മെയിലാണ് തടഞ്ഞത്. കണ്ണൂരിലും ട്രെയിൻ തടയുന്ന സാഹചര്യം ഉണ്ടായി. ഇത്തരത്തിൽ ട്രെയിൻ ഗതാഗതത്തെ തടസ്സപ്പെടുന്ന അരമണിക്കൂറെങ്കിലും തടയുക എന്നുള്ള ഒരു നിലയിൽ, അതായത് ട്രെയിൻ പിക്കറ്റ് ചെയ്തുകൊണ്ട് അത്തരത്തിൽ പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരം ആയതിനാൽ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് ഈ സമരത്തിൻ്റെ പ്രാധാന്യം കൊണ്ടുവരിക അല്ലെങ്കിൽ സമരത്തിൻ്റെ ആവശ്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ട്രെയിൻ ഗതാഗതം അല്പസമയത്തെങ്കിലും തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമര പരിപാടിക്ക് സംയുക്ത ട്രേഡ് യൂണിയനുകൾ നേതൃത്വം നൽകുന്നത്. കോഴിക്കോട് ജില്ലയിൽ വളരെ കുറച്ച് സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് ഇതിനകം നിരത്തിലിറങ്ങിയത്. സർക്കാർ ഓഫീസുകളിൽ ഹാജർ നില വളരെ കുറവാണ്. സർക്കാർ ജീവനക്കാരും അതേപോലെ തന്നെ അധ്യാപകരും ഇന്ന് പണിമുടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനത്തെ സാരമായി തന്നെ ബാധിക്കും. ഒപ്പം ബാങ്കിങ്, ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള മേഖലയും ഇന്ന് സ്തംഭിക്കും. അത്തരത്തിൽ ആ മേഖലയിലെ ഭൂരിഭാഗം തൊഴിലാളികളും BSNL അടക്കമുള്ള സർവീസ് മേഖലയിലെ ഭൂരിഭാഗം തൊഴിലാളികളും ഇന്ന് പണിമുടക്കിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ പണിമുടക്കിൽ പങ്കെടുക്കുന്ന സാഹചര്യമാണുള്ളത്. BMS ഒഴികെയുള്ള മുഴുവൻ ട്രേഡ് യൂണിയനുകളും ഇന്നത്തെ പണിമുടക്കിൽ പങ്കെടുക്കുന്നു എന്നാണ് ഈ പണിമുടക്കിൻ്റെ മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലെയും തൊഴിലാളികളെ പരമാവധി പങ്കെടുപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ ഒരു പ്രതിഷേധം ശക്തമായി കേന്ദ്രത്തെ അറിയിക്കുക, കേന്ദ്ര സർക്കാരിനെ അറിയിക്കുക എന്നതാണ് കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ അടക്കമുള്ള സംഘടനകൾ ഈ പണിമുടക്കിലൂടെ ലക്ഷ്യമിടുന്നത്. പാലക്കാട് ജില്ലയിൽ കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ പണിമുടക്ക് പൂർണ്ണമാണ്. ഒപ്പം പാലക്കാട്ടെ തോട്ടം മേഖലയിലും അതേപോലെ തന്നെ വയനാട്ടിലെ തോട്ടം മേഖലയിലും പണിമുടക്ക് പൂർണ്ണമാണ്. ഒരു ജില്ലയിലും, മലബാറിലെ ഒരു ജില്ലയിലും KSRTC ഇതുവരെ സർവീസ് നടത്തുന്നില്ല. മലപ്പുറത്ത് ഹ്രസ്വദൂര സർവീസുകൾ ചില ബസ്സുകൾ നടത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. വിവിധ സ്ഥലങ്ങളിൽ ഇതിനകം തന്നെ പ്രകടനങ്ങൾ സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ പ്രകടനങ്ങൾ നടന്നു കഴിഞ്ഞു. വരും മണിക്കൂറുകളിൽ അധ്യാപകരും ജീവനക്കാരും അല്ലെങ്കിൽ പണിമുടക്കിയ തൊഴിലാളികളടക്കമുള്ള ആളുകൾ പ്രകടനവുമായി പല കേന്ദ്രങ്ങളിലും ഒത്തുചേരും. അവിടെ പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ പ്രതിഷേധം അറിയിക്കാനാണ് അവരുടെ തീരുമാനം. ഇത്തരത്തിൽ ഇന്നും നാളെയുമായി നടക്കുന്ന പണിമുടക്ക് വലിയ വിജയമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ട്രേഡ് യൂണിയൻ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഇപ്പോഴും
തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വ്യാപാരികൾ അല്പമെങ്കിലും കടകൾ തുറക്കുന്നത് മിഠായി തെരുവിൽ മാത്രമാണ്, മറ്റിടങ്ങളിലൊന്നും കടകൾ തുറന്നിട്ടില്ല. എന്നാൽ ചില ഹോട്ടലുകൾ നഗരത്തിൽ തുറന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യവുമുണ്ട്. പണിമുടക്ക് ദേശീയ പണിമുടക്കിനോട് ഐക്യപ്പെട്ടുകൊണ്ടാണ് ജനങ്ങൾ കഴിയുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം വളരെ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പണിമുടക്കായതിനാൽ തന്നെ ജനങ്ങൾ ഈ പണിമുടക്കിനോട് വലിയ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന സാഹചര്യമാണുള്ളത്. പെട്ടെന്ന് പ്രഖ്യാപിച്ച ഹർത്താലിനോ ബന്ധോ പോലെയുള്ള ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. മുൻകൂട്ടി പ്രഖ്യാപിക്കുകയും അതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ വഴി കൂടുതൽ ജനങ്ങളിലേക്ക് ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളും എത്തിയതിൻ്റെ കൂടി ഒരു പശ്ചാത്തലം കൂടി ഈ പണിമുടക്കിന് ഉണ്ട് എന്ന് തന്നെയാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ പൊതുവെ ഈ പണിമുടക്കിനോട് സഹകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇതുവരെയുള്ള സമയം 11 മണി പിന്നിട്ടുമ്പോൾ ഇതുവരെയുള്ള 11 മണിക്കൂർ പിന്നിടുമ്പോൾ മലബാർ ജില്ലയിൽ പണിമുടക്ക് പൂർണ്ണമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം വളരെ സമാധാനപരമായ രീതിയിലുള്ള പ്രകടനങ്ങളും അതേപോലെ തന്നെ പ്രതിഷേധ യോഗങ്ങളുമാണ് വിവിധ കേന്ദ്രങ്ങളിൽ ട്രേഡ് യൂണിയൻ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കനത്ത തൊഴിലാളി രോഷം കൊണ്ട് മലബാർ മേഖലയും നിശ്ചലമാണ്. വിവരങ്ങളാണ് AK ലതീഷ് നൽകിയത്. ഒരിടവേള.